സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ അമരുകയാണ്. പക്ഷേ ഇവിടെ മട്ടന്നൂരിൽ മാത്രം തെരഞ്ഞെടുപ്പില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളില്ല, ചുവരെഴുത്തുകളില്ല, കൊടിതോരണങ്ങളില്ല. എന്തുകൊണ്ടാണ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കൊപ്പം മട്ടന്നൂരിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടക്കാത്തത്? അതിന് ചില കാരണങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിലേറെ പിന്നോട്ടു പോകണം മട്ടന്നൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അറിയാൻ. 1990-ൽ EK നയനാർ സർക്കാരാണ് പഞ്ചായത്തായിരുന്ന മട്ടന്നൂരിനെ നഗരസഭയാക്കി ഉയർത്തിയത്. 1991-ൽ സംസ്ഥാനത്ത് ഭരണം മാറി. K കരുണാകരൻ മുഖ്യമന്ത്രിയായി. നഗരസഭയുടെ വരുമാനവും ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയും ചൂണ്ടിക്കാട്ടി മട്ടന്നൂരിനെ വീണ്ടും പഞ്ചായത്താക്കി മാറ്റി. LDF കോടതിയെ സമീപിച്ചതോടെ തീരുമാനം സ്റ്റേ ചെയ്തു. 6 വർഷക്കാലം മുനിസിപ്പൽ അഡ്വൈസറി കൗൺസിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഒടുവിൽ 1997-ൽ ഇടതു സർക്കാർ മട്ടന്നൂരിനെ വീണ്ടും മുനിസിപ്പാലിറ്റിയാക്കി ഉയർത്തി. തെരഞ്ഞെടുപ്പിൽ LDFന്റെ നേതൃത്വത്തിൽ ആദ്യ ഭരണസമിതിയും ചുമതലയേറ്റു. എന്നാൽ 2 വർഷം മുന്നേ 1995-ൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇതാണ് മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് സമയക്രമം വ്യത്യസ്തമാകാൻ കാരണം. കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ മട്ടന്നൂരിന് മാത്രമായി മറ്റൊരു വേളയിൽ ഇപ്പോൾ 2027 സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ ഇലക്ഷൻ നടക്കേണ്ടത്. ഇപ്പം പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുമ്പോൾ മട്ടന്നൂർ ഉൾപ്പെടെ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചു. നമുക്കിപ്പോഴും 2 മാസത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. നമ്മൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും നിർത്തിവെക്കണം. അപ്പം അങ്ങനെ സമയം നഷ്ടപ്പെടുന്നൊരു വിഷമമുണ്ട് നമുക്ക്. 1997 മുതൽ ഇന്നുവരെ LDFനാണ് മട്ടന്നൂർ നഗരസഭയുടെ ഭരണം. 2022-ൽ നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ ആകെയുണ്ടായിരുന്ന 35 സീറ്റുകളിൽ 21 ഇടതുമുന്നണിക്ക് വിജയിക്കാനായി. UDF 11, BJP 1 എന്നിങ്ങനെയാണ് മറ്റു പാർട്ടികളുടെ കക്ഷിനില. 2027-ലാകും മട്ടന്നൂരിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുക. വലുപ്പത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരസഭയാണ് മട്ടന്നൂരെങ്കിലും വരുമാനത്തിൽ ഏറെ പിന്നിലാണ്. വിമാനത്താവള നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന കീഴല്ലൂർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.